ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വരുന്നത്, വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ അന്യ ആൾക്കാർ വന്ന് നമ്മുടെ വീട് ചോദിക്കും വാടകയ്ക്ക്. നമ്മുടെ അടുത്ത ഫ്രണ്ട്, നമ്മുടെ കൂട്ടുകാരൻ വന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആർക്ക് കൊടുക്കും? നമ്മുടെ കൂട്ടുകാരൻ്റെ കൊടുക്കും. എങ്കിൽ അങ്ങനെ കൂട്ടുകാരന് കൊടുത്തിട്ട് എട്ടിൻ്റെ പണി കിട്ടിയ രണ്ട് വൃദ്ധ ദമ്പതികളുണ്ട്. നമ്മുടെ നാട്ടിലല്ല, ഇത് കഥയൊന്നുമല്ല, നടന്ന സംഭവം. ഇത് ലണ്ടനിലാണ് നടന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ ചേച്ചി ലണ്ടനിൽ നടന്ന കാര്യം എന്തിനാ ഇവിടെ പറയുന്നത് ചോദിച്ചാൽ, നമ്മളും വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരല്ലയോ, കൂട്ടുകാരെയൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ നല്ലതായിട്ട് അറിഞ്ഞതിന് ശേഷം സുഹൃത്തായാലും നമ്മൾ നമ്മുടെ ഒരു സാധനം വേറൊരാൾക്ക് കൊടുക്കാവൂ. അതിനു വേണ്ടി ഈ വീഡിയോ ഇടുന്നത്. ഏത് നാട്ടിലോ ഏത് രാജ്യത്തോ നടക്കട്ടെ, അത് നമ്മുടെ നാട്ടിലും ബാധകമല്ലേ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ രണ്ട് വൃദ്ധ ദമ്പതികൾ, അവർക്ക് രണ്ട് വീടുള്ളത് കൊണ്ട് ഒരു വീട് അവരുടെ മകൾക്ക് മേടിച്ചതാണ്. അപ്പോൾ അത് പൂട്ടിയിട്ടേക്കണ്ടാൻ ചൊല്ലി അവരുടെ ഉറ്റ സുഹൃത്തായ ആളിന് വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവരങ്ങ് പോയി, വൃദ്ധ ദമ്പതികൾ അങ്ങ് പോയി. ആദ്യത്തെ ഒരു മാസം കറക്റ്റിന് വാടക കൊടുത്ത് 30 പൗണ്ടാണ് ആദ്യം വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ 3500 എങ്ങാണ്ട് വരുമെന്ന് തോന്നുന്നു. മാസത്തിനാണോ ആഴ്ചയിലാണോ അതെനിക്കറിയത്തില്ല. 30 പൗണ്ടിന് കൊടുത്താൽ നിങ്ങൾ ചിന്തിക്കുക എത്ര രൂപയാണ്. ആഴ്ചയ്ക്ക് 3500 ആണോ മാസത്തിൽ 3500 ആണോ എനിക്കറിയത്തില്ല. അപ്പോൾ 30 പൗണ്ടിന് കൊടുത്തിട്ട് ആദ്യത്തെ മാസം കറക്റ്റിന് വാടക കൊടുത്ത്, പിന്നെ വാടക കൊടുക്കാതിരുന്നു. കുറേ വട്ടം വിളിച്ചിട്ടും ഇവർ ഒരു വട്ടം കണ്ട് ഈ വാടക കൊടുക്കാത്തതുകൊണ്ട് ഒരു വട്ടം വിളിച്ചപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞ് വീട് കാലിയാക്കണമെന്ന്. അതിനും തിരിച്ച് മറുപടിയൊന്നുമില്ല. അപ്പോൾ മറുപടിയൊന്നുമില്ല. ഫോൺ വിളിച്ച് എടുക്കാതെ ഇരുന്നു. പിന്നെ കാലി ചെയ്യാൻ പറഞ്ഞപ്പോൾ പിന്നെ ഫോൺ വിളിച്ച് എടുക്കത്തുമില്ല. അപ്പോൾ ഈ വൃദ്ധ ദമ്പതികൾ എന്ത് ചെയ്തു? നാട്ടിലോട്ട് അവരുടെ ആ വീട്ടിലോട്ട്, വാടകയ്ക്ക് കൊടുത്ത വീട്ടിലോട്ട് തിരിച്ചു വന്ന് അവർ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ അവരവിടെ കാണിച്ച് വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനാണ് ആ വീട് കൊടുത്തത്. ആ വീട് പൊന്നുപോലെ സൂക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആ സുഹൃത്തിന് തന്നെ കൊടുത്തിട്ട് പോയത്, അതും കുറഞ്ഞ വാടകയ്ക്ക്. പക്ഷേ കതക് തുറന്ന് ഉള്ളിലോട്ട് പോയി ഓരോന്ന് നോക്കുമ്പോൾ ആ താമസിച്ചിരുന്ന ആളവിടെ ഇല്ല. അതിന് പകരം അദ്ദേഹം അവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് പോയി. അതെന്തുവാണെന്നറിയണ്ടേ? കുറേ മലവിസർജനം പൊതികളിലാക്കി അവിടെ എല്ലാം വെച്ചിട്ട് പോയി. കൂടാതെ മൂത്രം ഒഴിച്ചിട്ട് അതും ഓരോ ഡബ്ബകളിൽ നിറച്ച് വെച്ചിട്ട് പോയി. അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം കുത്തി കീറി, പാചകം ചെയ്ത സാധനങ്ങളെല്ലാം അഴുകി സ്മെല്ലെടുത്ത് ആ വീട് കുട്ടിച്ചോറാക്കി വെച്ച്. അദ്ദേഹത്തിന് ഇനി ആ വീട് ശരിയാക്കി വരണമെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ചിലവാകും. അതുകൊണ്ടാണ് ചേച്ചി ഈ വീട് ഇട്ടത്. നമ്മുടെ ഉറ്റ ചങ്ങാതിക്ക് കൊടുത്തപ്പോൾ ചങ്ങാതി ചെയ്ത പണിയായത്. അവർക്ക് ആ വീട് കൊടുത്തപ്പോൾ അവർ തന്നെ അവരുടെ ശരീരത്തു നിന്ന് പോകുന്ന മലിനജലങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ തന്നെ സൂക്ഷിച്ചിട്ട് തൻ്റെ ഉറ്റ സുഹൃത്തിന് കൊടുത്തിട്ട് പോയിരിക്കുന്നു. ഇതുപോലെ എവിടെയെങ്കിലും നടക്കൂ? നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും നടന്നിരുന്നെങ്കിൽ നമ്മൾ ഉടനെ ഇറങ്ങും അല്ലേ? പാവം. അദ്ദേഹം വിചാരിച്ച് വീട് നല്ല സൂക്ഷിച്ച് വെക്കും, എൻ്റെ മകൾ വരുമ്പോൾ ആ വീട് തിരിച്ച് ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് കൊടുത്തത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താമസിക്കുന്നവരത് ഓർക്കണം. നമ്മളൊരു വാടകയ്ക്കൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട് നമ്മുടെ സ്വന്തമെന്നല്ല, സ്വന്തം പോലെ നമ്മളത് സൂക്ഷിക്കണം.
വീട് ആരുടെയും ആവട്ടെ, ചിലവാകുന്നത് നമ്മൾ വീട് വെക്കുമ്പോഴും അവർ വീട് വെക്കുമ്പോഴും ഒരേപോലെ. എൻ്റെ ഒരു കാഴ്ചപ്പാടതാ. ഇപ്പോൾ അന്യോരത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ ഞാൻ താമസിച്ചിരുന്ന വീടുകളിലെല്ലാം ആൾക്കാർ വരുമ്പോൾ പറയുന്നതാണ്, ചേച്ചി ഇത് സ്വന്തം വീടാണോ? എന്താ നമ്മളാ വെക്കുന്നതിൻ്റെ ഒരു ഇത്, നമ്മൾ സ്വന്തം വീട് പോലെ നമ്മൾ എത്ര കാലം അവിടെ താമസിക്കുന്നോ അതുവരെ നമ്മുടെ സ്വന്തം വീടായിട്ട് നമ്മളത് കാണും. ഓണറിന് അങ്ങനെയുള്ള നമ്മളോട് ദേഷ്യമുള്ളവരോ അല്ലെ ഭയങ്കര മുരണ്ട സ്വഭാവമായാലും ശരി, നമ്മൾ വളർന്നു വന്ന ആ ഒരു കാഴ്ചപ്പാട് ഇതുപോലെ. അതുകൊണ്ട് എല്ലാവരും വീടിന് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒന്നിന് 10 വട്ടം ആലോചിച്ചിട്ടേ കൊടുക്കാവൂ. അതിനുവേണ്ടി മാത്രം ഈ വീഡിയോ ഇട്ടത്. നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വേണം വീട് വാടകയ്ക്ക് കൊടുക്കാൻ. തിരിച്ചു വരുമ്പോൾ നമുക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടാകരുത്. അതൊന്ന് ഞാൻ ഒരു ന്യൂസിൽ വായിച്ചപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ ഇട്ടത്. ഇതും നമുക്കെല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി പുതിയൊരു വീഡിയോ കണ്ട് വരാം. എൻ്റെ പൂണക്കുട്ടിയെ കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂണക്കുട്ടിയെ മേടിച്ച് വെച്ചിരിക്കുക ഞാൻ. പൂണയുണ്ട്, ആനയുണ്ട്, കിളിയുണ്ട്, ഫിഷ് ഉണ്ട്. നല്ല ചന്തമുണ്ട് അല്ലേ? അപ്പോൾ ടാറ്റ കൊടു, ബായ്. ബായ് ഇല്ല, ഞങ്ങൾ പോയിട്ട് വരാം, നാളെ വരാം.